നമുക്കിന്ന് ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ചെറുനാരങ്ങ നീര് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മളിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിലൂടെ ഞാൻ മുഴുവൻ മല്ലി, ഒരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ സവാള വേണം. സവാള 6 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി വേണം, കറിവേപ്പില വേണം. നമുക്ക് ആദ്യം മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 3 ടേബിൾ ടീസ്പൂൺ മല്ലി ഇടുന്നുണ്ട്. മല്ലി 3 ടേബിൾ ടീസ്പൂൺ. ഉണക്കമുളക് 10 എണ്ണം. പിന്നെ പെരുംജീരകം 3/4 ടീസ്പൂൺ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. മല്ലി, മുളകും പെരുംജീരകവും നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയൊക്കെ വഴറ്റിയെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. നമുക്ക് ഇതിവിടെ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നല്ലോണം ഫ്രൈ ആവട്ടെ. മറച്ചിടാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി ചേർക്കാം. പച്ചമുളക്, സവാള, കരിവേപ്പില എല്ലാം ഒന്ന് നല്ലവണ്ണം ഒഴുകി വരട്ടെ. നമ്മുടെ സവാള ഇവിടെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നല്ലോണം ഒന്ന് വഴറ്റിട്ട് ഇതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കണം. തക്കാളി ഒന്ന് വേകട്ടെ. തക്കാളി ഒന്ന് നമ്മൾ വറുത്ത് പൊടിച്ച പൊടിയാണിത്. ഇനി നമ്മൾ ഈ പൊടി ചേർക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർക്കാം.
കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ചിക്കൻ ചേർക്കാൻ പോവുകയാണ്. നല്ലോണം കൂട്ടി ഇളക്കാം. നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇപ്പോൾ ചേർക്കാം. ഉപ്പ് ആവശ്യാനുസരണം ചേർത്താൽ മതി. നമുക്കിനി കുറച്ച് മല്ലിയില ചേർക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. നമ്മുടെ നാടൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് അലങ്കരിക്കാം.